നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടി ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? കണ്ടില്ലേ, ഞാനിനി എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ തന്നെ ദൈവം എനിക്കതിനൊരു ഉത്തരം തന്നത്. ഏതാനും നിമിഷം മുമ്പ് വരെ ഇരുട്ടി മുങ്ങി കിടക്കുമായിരുന്നു എന്റെ ജീവിതം. ഇപ്പൊ ഇവള് ഒറ്റ ഒരാൾ കാരണം എന്റെ ജീവിതത്തിൽ പ്രകാശം വന്നത് കണ്ടില്ല. അതേടി, ദേവി നമ്മളെ കൈവിട്ടില്ല. അതെ അമ്മ, ഇവളൊരാൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതോടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവസാനിച്ചു. ശ്യാമയ്ക്കും രോഹിത്തിനും ഒരു കുഞ്ഞായി, അതുപോലെ എനിക്കും വിഷ്ണുവേട്ടനും കുഞ്ഞായി. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അന്ന് ഞാൻ പറഞ്ഞ കള്ളം അറിവില്ലായ്മയായിരുന്നെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? അന്ന് ഞാൻ കള്ളം പറയുമ്പോഴും എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നല്ലേ? ഒരാളല്ല, ഇരട്ടകള്. അവര് രണ്ടാളും കൂടി എന്റെയും ശ്യാമയുടെയും സത്യമ്മയുടെയും എല്ലാവരുടെയും ജീവിതം രക്ഷിച്ചില്ലേ? എത്ര കുടുംബങ്ങളാ അവര് വിളക്കി ചേർത്തത്. ശരിക്കും ശരിക്കും ഭാഗ്യ നക്ഷത്രങ്ങളാമ്മ എന്റെ കുഞ്ഞുങ്ങള്. മോളെ, അമ്മ ഇക്കാര്യം സത്യമ്മയോട് പോയി പറയട്ടെ ഇപ്പൊ തന്നെ? പറഞ്ഞിട്ട് വരേ. അമ്മ എന്താടി? ഇപ്പോ ഇതേ ഹോസ്പിറ്റലില് ഇതേ സമയത്ത് ഞാൻ പ്രസവിച്ചെന്ന് പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും അമ്മ? ശ്യാമയുടെ കാര്യത്തില് പല സംശയങ്ങളും ഉണ്ടായെന്നിരിക്കും. പോരെങ്കിൽ സുസ്മിതയില്ലേ കൂടെ? അതെ, ഇനി പറയാൻ വൈകിക്കണോ മോളെ? വൈകിക്കണ്ടെന്നല്ല, ഇപ്പൊ വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മളായിട്ട് എന്തിനാ ശ്യാമയെ കുഴപ്പത്തിലാക്കുന്നത്? ഇപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാ ഒരു 100 ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എപ്പ ഗർഭിണിയായി, അതെപ്പ തിരിച്ചറിഞ്ഞു, പിന്നെ അതെന്തുകൊണ്ട് പറഞ്ഞില്ല, എപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോഴും പറയാതിരുന്നതിന്റെ കാരണം എന്താ? തൊട്ടടുത്തിരുന്ന റൂമിലായിരുന്നിട്ടും ശാരദാമ്മ എന്താ ഒരു വാക്ക് പറയാതിരുന്ന? അങ്ങനെ അങ്ങനെ 100 ചോദ്യങ്ങള്. ശാരദാമ്മേ, എന്തേ ഇവിടെ? നിങ്ങളോട് ചോദിച്ചത്. കണ്ടില്ലേ എന്റെ മുഖം കുനിച്ച് നിൽക്കുന്നത്? ഉറപ്പായിട്ടും ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ஐயா இப்படி போயா நம்ம 2 பேரும் உயிர் போயிடுங்க ஐயா. கொஞ்சம் ஸ்பீடு கம்மி பண்ணுங்க ஐயா. ஐயா 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 நம்ம இது எங்க போயிட்டு இருக்க? ചോദിക്കുന്നവര് അവൾക്ക് നിഷ്കളങ്കതയുടെ സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. என்ன ഇവളുമാരൊക്കെ ചേർന്ന് എന്നെ പറ്റിക്കാതാണോ കരുതിയെ? ஐயா அந்த பொண்ணு நல்ல பொண்ணு ஐயா. அதுதான் எல்லாரும் நல்லது சொல்லிட்டு இருக்கேன். എന്നെ ആരും പറ്റിക്കില്ല. നമ്മൾ പോകുന്നതേ അവളുടെ അയൽവക്കത്തേക്കാ. எதுக்கு? അവിടെ മുഴുവൻ അവളെ പറ്റി ചോദിക്കണമല്ലോ. அப்பா கடவுளே, അവളെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാതെ ഇന്ന് ഞാൻ ഉറങ്ങില്ല. நான் ஜீவிதகாலம் முழுவதும் உறங்க போறேன்னு நினைக்கிறேன். முருகா காப்பாத்துங்க. മിണ്ടായിരിക്കണം. ஐயா എല്ലാ പെണ്ണിനും ഒരു മുഖംമൂടിയുണ്ട്.
അവളുടെ മുഖം മൂടി ഇന്ന് ഞാൻ അഴിക്കും. എന്തു പറ്റി? ഒരു തലകറക്കം പോലെ. എന്നാ കുറച്ചേരം അങ്ങോട്ടിരിക്കാം. ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ദാ. ഹോസ്പിറ്റലിലോ മറ്റോ പോണോ? സാരമില്ല, കൂടുതൽ നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യാക്കാതെ ഇറങ്ങിയതുകൊണ്ടാ. ഞാനൊരു വണ്ടി വിളിക്കാം. നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്തൊന്ന് പോ. വേണ്ട, കുഞ്ഞു പോയിക്കോളൂ. ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോ ഞാൻ എണീറ്റ് നടന്നോളാം. അയ്യോ, അങ്ങനെ പോവാൻ എനിക്ക് മനസ്സ് വരില്ല. ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എന്തിനാ കുഞ്ഞെ നീ ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒരു ഓട്ടോ വരട്ടെ. ഞാൻ പറഞ്ഞല്ലേ, വെയിലിന്റെയാ. ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെ മാറി. കുഞ്ഞു പോയിക്കോ. ഏയ്, അതൊന്നും പറ്റില്ല. എന്റെ മനസമാധാനം പോവും, അതാ പ്രശ്നം. സ്കൂട്ടറിൽ കയറാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഏയ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നെ ബുദ്ധിമുട്ടിക്കണല്ലോ എന്നുള്ള ചിന്തയുള്ളൂ. അതൊന്നും സാരമില്ല. ഞാൻ കൊണ്ടുപോയി വിടാം. പറഞ്ഞ പതുക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി കുറെ നാൾ കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാനാ എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു പോലും തുടങ്ങിയിട്ടില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. അവന്തിക നമുക്ക് നേരെ എന്തെങ്കിലും ചെയ്താ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അവസാനത്തെ പിടിവള്ളിയായിരുന്നു ആ ഡയറി. ഇപ്പൊ അതും ഇല്ല. നമ്മളുള്ള കാലം അത്രയും ഇങ്ങനെ അപ്പപ്പുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതിയോ? അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മളത് തടയുന്നു. നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോ അവന്തിക അത് പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. അവന്തിക നമ്മൾ രണ്ടുപേരോടും പറഞ്ഞത് നെല്ലിശ്ശേരി വീടിന്റെ അടിത്തറ ഇളക്കുന്നതും അവിടെ ഉള്ളവരെ കൊല്ലുന്നതുമാണ് അവളുടെ ജീവിതാഭിലാഷമെന്ന്. അവസാനമായിട്ട് പറഞ്ഞത് അന്ന് എന്റെ വീട്ടിൽ അനക്കയുടെ വിവാഹം ക്ഷണിക്കാമെന്ന ദിവസം. അർച്ചന എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവന്തിക എന്ത് കാരണം കൊണ്ടാണ് നെല്ലിശ്ശേരിയെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് അർച്ചനയ്ക്കറിയോ? എനിക്കറിയില്ല. പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നോട് അതേപ്പറ്റിയൊന്നും ഓപ്പണായി പറഞ്ഞിട്ടില്ല. എന്തായാലും എന്തോ വലിയ പ്രശ്നം മുമ്പേ നടന്നു എന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഇത്രയും പകയായിട്ട് അവര് നടക്കുമോ? അതെ, അത് വേണം നമ്മൾ ഇനി ആദ്യം കണ്ടുപിടിക്കാൻ. നെല്ലിശ്ശേരിയിലുള്ളവർ മുഖാന്തരം അവന്തികയ്ക്ക് എന്താണ് പറ്റിയത്? അവന്തികയുടെ ജീവിതത്തെ തകർത്ത് എന്തെങ്കിലും മുൻപേ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ അറിയണം നമുക്ക്. അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ അവന്തികയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അച്ഛനോ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അവന്തികയുടെ ഭാഗത്താണ് ന്യായം തോന്നിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ?
അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കോ സേതു അച്ഛനും മറ്റുള്ളവരും? അർച്ചന അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ മനുഷ്യരല്ലേ, എപ്പോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ വലിയ വലിയ ആളുകളുടെ ഭൂതകാല ജീവിതത്തിലും ഒരു കണ്ണീരിന്റെ കഥയുണ്ടാവും. ചിലപ്പോ ഒരു ചതിയുടെ. അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ലല്ലോ. അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി അവന്തികയുടെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെയെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എവിടെ മുതലാ തുടങ്ങേണ്ടതെന്ന് മാത്രം അറിയില്ല. താൻ വീട്ടിൽ ചെന്നിട്ട് പഴയ ഫയലോ ആൽബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കണം. ചിലപ്പോ ഇവിടേക്ക് വരുന്നതിന് മുൻപുള്ള അവന്തികയുടെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? പിന്നെ സച്ചിയോടോ മറ്റോ സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവന്തികയെ കുറിച്ച് തിരക്കണം. നെല്ലിശ്ശേരിയെ ഒന്നാകെ വിഴുങ്ങാൻ പോകുന്ന തീ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അടുത്ത ചുവടുവയ്പ്. ഇനി നമ്മുടെ യാത്ര അവന്തികയുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. വിവാഹത്തിന് മുൻപുള്ള അവന്തികയുടെ ജീവിതത്തിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് നിന്നിലെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിക്കും നീ നമ്മുടെ ജീവിതത്തിന് പ്രിപ്പയർഡ് ആണോ? May I come, sir? യെസ്. Good morning, sir. ഗുഡ് മോർണിംഗ്. Sir. പർച്ചേസ് ബില്ലെല്ലാം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ആ, ഫണ്ടെല്ലാം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. ആ, ശരി സർ. ഓക്കെ. സർ, എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ സാറ് തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. എന്താണോ താനീ പറയുന്നത്? സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാനീ പറഞ്ഞ സത്യമാണ് സാർ. സാറിന് സംശയമുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, ഹോട്ടലിന്റെ പേരും ഞാൻ പറഞ്ഞുതരാം. നകുലാണല്ലോ. വല്ല കെണിയുമാണോ ഈശ്വര? ഹലോ ഹലോ ശ്രേയ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തു പറ്റൊരു ഉഷാറില്ലാത്ത? ശ്രേയക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഗംഗയോട് തോൽവി സമ്മതിച്ചോ? ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവസരം കാത്തു പതിയിരിക്കുവാ ഞാൻ. എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടും. ഒന്ന് ഞാൻ അവൾ അവസാനിപ്പിക്കും. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല ശ്രേയ. അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഡയലോഗിലൊന്നും ഒരു കുറവുമില്ല. പക്ഷേ കാര്യം സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്രാവശ്യം കാര്യം നടക്കും. നമ്മളെ രണ്ടുപേരെയും തേച്ചിട്ട് അങ്ങനെ മഹിയും ഗംഗയും സന്തോഷമായിട്ട് ജീവിക്കണ്ട. മഹിയും ഗംഗയും തമ്മിൽ അകറ്റാനുള്ള ഒരു പ്ലാൻ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? അത് ഞാൻ കാര്യം നടന്നു കഴിഞ്ഞിട്ട് പറയാം. ഇത് പറയാനാണോ വിളിച്ചത്? അല്ല, പിന്നെ എന്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇന്ന് രാത്രി തന്നെ അറിയാം. ഇന്ന് മഹി ഗംഗയോട് അകൽച്ച കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മഹി അകൽച്ച കാണിച്ചാൽ അതിന്റെ അർത്ഥം പ്ലാൻ വർക്കൗട്ട് ആയി എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ
അത് ശ്രേയ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ, ഞാനത് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. നകുലിന്റെ പ്ലാൻ വർക്കൗട്ടായി ഗംഗയിൽ നിന്ന് മഹിയേട്ടൻ അകലണം. അതേസമയം തന്നെ ഗൗരിയെ പോലെ മഹിയേട്ടന്റെ മനസ്സിൽ ഞാനും കയറി പറ്റണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടാ, മാള് കുറെ നേരമായിട്ട് മഹേട്ടൻ വരുന്നതും കാത്തിരിക്കുന്നു. പുറത്തുപോയി ചെയ്യാൻ കുറെ കാര്യങ്ങൾ മാള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം പോവാന്ന് മാളിനോട് പറയും. എന്താ മഹേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാളു, നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചതാ. പിന്നെ ഐസ്ക്രീം കഴിക്കണം, ഡ്രസ്സുകൾ എടുക്കണം, അങ്ങനെ പല പ്ലാനുകളും പറയുന്നുണ്ട്. പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാ മാളുവിനത് വലിയ സങ്കടാവും. ഇതിനു മുമ്പും മാളു ഇതൊക്കെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് മാളുവിന് സങ്കടം ഈ പറഞ്ഞവരാരും കണ്ടില്ലല്ലോ. എനിക്ക് നല്ല സുഖമില്ല. മറ്റൊരു ദിവസം പോകുന്ന മാളിനോട് പറഞ്ഞാൽ മതി. ഈ മേഡോ ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സർ. നകുലിന്റെ പ്ലാൻ ഏറ്റെന്ന് തോന്നുന്നു. മഹിയേട്ടന് എന്തോ ഒരു അകൽച്ചയുണ്ട്. സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. സുഖമില്ലേ? നിനക്കെന്താ പറ്റി? എന്ത് പറ്റി? എന്താ? ഞാൻ മഹേട്ടന് ചായ കൊണ്ടുവന്നതാ. അവിടെ വെച്ചേക്ക്. മഹേട്ടന് പനിയാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല മാർക്ക് വാങ്ങി ജയിച്ചതുകൊണ്ട് ടീച്ചർമാരെല്ലാം ഒരുപാട് അഭിനന്ദിച്ചു. ട്യൂഷൻ പോലും ഇല്ലാതെയാ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയത് തന്നെ. ലച്ചുവിന് ആരാവണമെന്ന് ടീച്ചർമാർ ഓരോരുത്തരും ചോദിച്ചു. ഭാവിയില് എനിക്ക് എന്തു ആവാനുള്ള വഴി തുറന്നു കിടക്കെന്ന് പറഞ്ഞപ്പോ മനസ്സ് എന്തുമാത്രം സന്തോഷിച്ചെന്നറിയോ. എന്റെ വീട്ടിലേക്ക് ആ പ്രതീക്ഷകളുമായി ഞാൻ ചെന്ന് കയറിയത്. തച്ചിലിനടുത്ത് വീടിന്റെ പൂമുഖത്ത്
ചാരുകസേരയിൽ ഇരിക്കുന്ന വല്യമ്മയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വൈകിയതിന് ആദ്യം ഒരു ശകാരമായിരുന്നു. എനിക്ക് പൊട്ടും സങ്കടം തോന്നിയില്ല. എല്ലാം കേൾക്കുമ്പോ വല്യമ്മയുടെ മുഖത്ത് സന്തോഷിച്ചിരി വിരിയെന്ന് ഞാൻ കരുതി. വല്യമ്മയോട് ഞാൻ വിവരം പറഞ്ഞു. കൂട്ടുകാരികൾ എന്റെ വിജയം ആഘോഷിക്കാൻ വാങ്ങിത്തന്ന കുറച്ച് മിഠായികൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. മിഠായി നീട്ടിയതും കൈത്തണ്ടയിൽ വീണത് മുളം തണ്ണുകൊണ്ടുള്ള അടിയായിരുന്നു. കയ്യിലിരുന്ന മിഠായി പൊതി താഴെ വീണു. വേദന കൊണ്ട് ഞാൻ പൊളയുമ്പോ വല്യമ്മ ആരും കഴിക്കാതിരിക്കാൻ ആ മിഠായി നിലത്തിട്ട് ചവിട്ടി അരച്ച് മുറ്റത്തേക്ക് കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. അവിടെ നിന്നു ഈ ലച്ചുന്റെ പഠിത്തമെന്ന സ്വപ്നം. വീട്ടിലാരും ലച്ചുനെ തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ലേ? പാവം മുത്തശ്ശി. കുഞ്ഞിട്ടേട്ടനും പറഞ്ഞു അവരുടെ വാക്കുകൾക്ക് എന്ത് വില. സിറ്റിയിൽ പോയി പഠിച്ച പെണ്ണ് വഴിതെറ്റി പോകുന്ന നരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ആ സ്വപ്നമൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇന്ന് ഈ മധുരവും കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോ അതൊക്കെ ഞാൻ ഓർത്തു പോവാ. ലച്ചുവിന്റെ ജീവിതം കുറച്ച് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിന്നേ ഉള്ളൂ. ലച്ചുവിന് ഇനി അതൊക്കെ മറക്കാം. നോവുന്നൊരു ഭൂതകാലം ഉണ്ടെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാനാവും. എവിടെ വെച്ചാണോ ലച്ചുവിന്റെ പഠിപ്പ് നിന്നുപോയത് അവിടെ നിന്നുള്ള തുടക്കമായി ഇന്ന് കണ്ടാൽ മതി. ലച്ചുവിന്റെ കൂടെ എന്നും ഞാനുണ്ടാവും. അതിന് ലച്ചു മറ്റൊരർത്ഥം കാണണ്ട. അതെനിക്കറിയാം. എന്റെ ജീവിതത്തിലെ അർത്ഥപൂർണമായൊരു ദിവസമാണിത്. ഇന്നലെ വരെ എനിക്ക് മുന്നിലൊരു വഴിയില്ലായിരുന്നു. പലരുടെയും വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നവളാ ഞാൻ. ഇപ്പൊ നല്ലൊരു വഴി ദൈവം തന്നെ മുന്നിൽ തുറന്നു തന്നു. ഒരു പ്രകാശമാണ് നടന്നെത്താൻ കഴിയുന്ന ദൂരത്ത് ഞാൻ കാണുന്നത്. ധൈര്യമായിട്ട് തന്നെ യാത്ര തുടങ്ങിക്കോളൂ. തന്റെ ഒപ്പം എന്നും ഞാനുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് അമ്മു ആരാണെന്ന് എനിക്ക് തെളിയിച്ചു തരേണ്ടതുണ്ട്. നീ എന്റെ റൂമിലേക്ക് വാ. അപ്പൊ നീ ജീവിക്കുന്നത് ഒരു വിഡ്ഢിയായിട്ടാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ തേടിയ സംസാരിക്കുന്ന തെളിവുകൾ നിന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്.
ആന്റി എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ ലച്ച ചേച്ചീനെ കാണാൻ. അല്ല, നിനക്ക് ലച്ചുവിനെ മാത്രം കണ്ടാ മതിയോ? ലച്ചുവിന്റെ ഭർത്താവ് സഞ്ജുവേട്ടനെ കാണണ്ടേ? എനിക്ക് സഞ്ജു ഏട്ടനെയും കാണണം. ആ, ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജു ഏട്ടനല്ലേ? ഈ ആന്റി എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അന്ന് കല്യാണ സമയത്ത് എന്താ സംഭവിച്ചത്? എന്തുണ്ടാവാനാ? സഞ്ജു ഏട്ടൻ വന്നു, ലച്ച ചേച്ചിയെ കല്യാണം കഴിച്ചു. പിന്നെ സഞ്ജുവും ലച്ചുവും നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? മുത്തശ്ശി മരിച്ചപ്പോ അവര് വന്നല്ലോ. ആ, അല്ല, എന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ആഹാ, ഒന്നില്ല, വെറുതെ ചോദിച്ചതാ. അല്ല, ലച്ച ചേച്ചി എപ്പോഴാ വരുന്നേ? ആ, ഇപ്പൊ വരും ട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിന് കാരണക്കാരായവരെ കണ്ടെത്തണ്ടേ? അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? പാർവതിയെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ആ വീട് മുഴുവൻ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വിവരം ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവര് ഇങ്ങനൊരു അന്വേഷണത്തോട് സഹകരിക്കുമെന്ന എന്റെ വിശ്വാസം. അല്ല, ഇതൊരു വധശ്രമമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അവിടെ പാർവതിയെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത്? ആരുമില്ല. അന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും മോനെ. അപ്പോ ആ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് ആരാ കുറ്റിയിട്ടത്? എടാ, അത് ചിലപ്പോ വീട് വൃത്തിയാക്കാൻ വന്നവര് അകത്താരും ഇല്ലാന്ന് കരുതി മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയതായിരിക്കില്ലേ? എടാ മോനെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് വധശ്രമം ഒന്നും ആയിരിക്കില്ല. വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാവുന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാ പോരല്ലോ, അതിന് തക്ക തെളിവുകൾ വേണ്ടേ നമ്മുടെ കയ്യില്? കേൾക്കുന്നവരുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെ. പാർവതി, അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് എന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്ത അത് അബദ്ധമാവോ? സർ, അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം. എല്ലാത്തിനും മുകളിൽ ഈശ്വരനുണ്ടല്ലോ. ആ തീപിടുത്തത്തിന് കാരണം ഈശ്വരൻ തെളിയിക്കാതിരിക്കില്ല. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെയും ഉദയനൂരമ്മ വെളിച്ചത്ത് കൊണ്ടുവരും. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം സർ. എന്നാ പിന്നെ അത് മതി. പ്രഭാവതിയമ്മ, നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പദ്ധതി എന്താണെന്നും എനിക്ക് മനസ്സിലായി. ആ പദ്ധതി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പാർവതി, നീ എന്താ ഈ ആലോചിക്കുന്നത്? സർ, നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ധാരാളം ജോലികളുണ്ട്. ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ? അവള്
സാറിനെ വിശ്വസിച്ചായിരിക്കുന്നെ. അവൾക്കുള്ള വിസയ്ക്കും ടിക്കറ്റിനുള്ള ഏർപ്പാടുകള് ഇന്ന് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇറങ്ങിയാലോ? അത് ശരിയാണല്ലോ. ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പോയി അതിന്റെ ഏർപ്പാടൊക്കെ ചെയ്യാം. പോയിട്ട് വരാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ വിചാരിക്കുന്ന എന്ത് കാര്യമാ? അത് അമ്മയ്ക്കറിയാം. സമയാവുമ്പോ സാറിനും അതറിയാൻ സാധിക്കും. സാറിപ്പോ വന്നാട്ടെ. ആന്റി, പാർവതി കൽപ്പിച്ചു കൂട്ടി എന്തോ പ്രവർത്തിക്കാൻ പോവാ. അവളുടെ സംസാരത്തിൽ നിന്നും എന്നെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള അവളുടെ ധൃതിയിൽ നിന്നും എനിക്കത് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ. അവളിപ്പോ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. എന്നെപ്പോലും വരച്ച വരയിൽ നിർത്താൻ അവൾ ഒരുങ്ങുക. നിന്റെ ആഗ്രഹം നിറവേറ്റാനല്ല അവള് നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത്. നീ എന്ന വിലങ്ങുതടിയെ അവൾക്ക് ഒഴിവാക്കണം. അമേരിക്കയിലേക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതേ അവളല്ല, ഞാനാ. അതുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്നും മിണ്ടാതിരുന്നത്. അവൾ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. അവളെ നമ്മുടെ തലയ്ക്ക് മീതെ എത്ര ഉയരത്തിൽ പറന്നാലും അവളെ വെട്ടി വീഴ്ത്താനുള്ളൊരായുധം എന്റെ കയ്യിലുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആ കുറ്റം വിപിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ അവള് വിപിനെ വിവാഹം കഴിച്ചത്. എന്നാലേ അത് സത്യമല്ല. പല്ലവി പറഞ്ഞത് സത്യമല്ല. പല്ലവി ഗർഭിണിയല്ല. എന്താ ജാസ്മിൻ, എന്താ നീ പറഞ്ഞത്? അവള് കബളിപ്പിക്കുകയായിരുന്നു ആന്റി. വിപിനിൽ നിന്നും ഗർഭിണിയായെന്ന് പറഞ്ഞ് അവള് എല്ലാരെയും പറ്റിക്കുകയായിരുന്നു. ഇതൊക്കെ പാർവതിയുടെ ഒത്താശയോടുകൂടി പല്ലവി നടത്തിയ നാടകമായിരുന്നു. പാർവതിക്ക് എല്ലാം അറിയാം. പക്ഷേ അവൾ ഇതൊന്നും വിശാലിനോട് പോലും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ ഭാവി ജീവിതം ഭാസുരമാക്കണം. അതിനുവേണ്ടി പാർവതി ഈ രഹസ്യം തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു. വിശാലിനോട് പോലും അനിയത്തിക്ക് വേണ്ടി അവൾ വിശ്വാസവഞ്ചന കാട്ടി. വിശാലിന്റെയും പാർവതിയുടെയും ബന്ധം തകർക്കാൻ ഈ ആയുധം പോരെ ആന്റി. അവളെ കുരുക്കാൻ ഇത് പോരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് പിടിച്ചേ ദേവകി. മോടെ കാര്യം അഖിമോൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ മേൽശാന്തിയോട്
മോടെ നാളിലും പേരിലും ഒരു സ്പെഷ്യൽ പൂജ നടത്താൻ പറഞ്ഞു. ആ ദേവകി, ആ പ്രസാദം തൊടിയിക്കും മോളെ. ആ അങ്ങ് തന്നെ മോളെ, ഈ പായസം കഴിക്കും മോളെ. മോക്കും വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ആ മോനെ, അപ്പൊ നീ കഴിക്കേ. ഇതാ അച്ഛാ, ഞാൻ എന്റെ കണ്ണനോട് എന്റെ സന്തോഷം അറിയിക്കട്ടെ. മോള് ചെയ്യേ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് മോളെ. എന്റെ കണ്ണ, നീ നിന്റെ ശ്യാമയെ ഇപ്പൊ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക. എന്റെ ഉള്ളിലുള്ള ഈ ഉണ്ണിക്കണ്ണനെയും അനുഗ്രഹിക്കണേ കൃഷ്ണ. അഖിൽ സാർ ഇതെവിടെ പോയി? എന്താ? വല്ലാത്തൊരു ഗമ പോലെ. ആർക്ക്? എനിക്കോ? ഇപ്പൊ ഗമ എനിക്കല്ല, അഖിൽ സാറിന്. ഒരച്ഛനാവാൻ പോവല്ലേ, അതിന്റെ ഗമയ. ഞാൻ അച്ഛനാവാണ്. അപ്പൊ ശ്യാമയോ? പറ. ഒന്ന് പോയേ. അമ്മയല്ലേ? അപ്പൊ ഇനി ശ്യാമയും അഖിലും താമസിയാതെ അമ്മയും അച്ഛനാവാൻ പോകുന്നു. ഈ കുഞ്ഞിന് വേദനിക്കും. ഇല്ല, അതെങ്ങനെ വേണോന്നേ ഈ അച്ഛനറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഇത്? എന്ത്? ഈ ഷർട്ടിൽ എന്താണ്? ഇതെന്തോ പൊടി പറ്റിയതാ? അല്ല, ഇത് കുങ്കുമമാണ്. ഇതെവിടുന്നാ? എങ്ങനെ ഈ ഷർട്ടിൽ കുങ്കുമം പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ, അതെന്തോ അഴുക്ക് പറ്റിയതാ. അല്ല, ഇത് കുങ്കുമം തന്നെയാ. സ്ത്രീകൾ നെറ്റിയിലിടുന്ന കുങ്കുമം. ഇത് എവിടുന്നാണെന്നാ ചോദിച്ചേ? പെണ്ണുങ്ങൾ ഇടുന്ന കുങ്കുമം എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് ഒരുണ്ട് ഷർട്ടിൽ പറ്റിയത്? പറ. മാർദിക്ക്, നിന്നോട് സംസാരിച്ചാ ശരിയാവില്ല. നിക്ക്, അങ്ങനെ പോകാൻ വരട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ഏത് പെണ്ണിന്റെ നെറ്റിയിൽ നിന്നാ
ഇത് ഷർട്ടിൽ പറ്റിയത്? പറയ്. ഐശ്വര്യ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മാറി നിൽക്ക്. അല്ലെങ്കിൽ തന്നെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനില്ല. നീ പോയേ. സത്യം പറയാതെ ഇവിടുന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോവില്ല. ഐശ്വര്യ പറയുന്നത്. ഐശ്വര്യ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മാറി നിൽക്ക്. എന്നെ കൊന്നാലും ഞാൻ മാറില്ല. അരുൺ, എന്താ ഇത്? മാറിക്കേ. അമ്മ ഇത് കണ്ടോ? അരുണിന്റെ ഷർട്ട് കണ്ടോ? കുങ്കുമം. സ്ത്രീകളുടെ നെറ്റിയിലിടുന്ന കുങ്കുമം. ഇനി അമ്മ അച്ഛനും തന്നെ അരുണിനോട് ചോദിക്കും, ഇത് എവിടുന്ന എങ്ങനെയാ ഈ ഷർട്ടിൽ പറ്റിയെന്ന്. അമ്മേ കണ്ടോ? അരുണിന്റെ മുഖത്ത് കള്ള ലക്ഷണം കണ്ടോ? ഇതിൽ എന്തോ സത്യമുണ്ട്. അതുകൊണ്ടാ അരുൺ മറുപടി പറയാത്തെ. അരുൺ നിക്കേ. ഐശ്വര്യ നിക്ക്. അമ്മേ, അരുൺ, എനിക്ക് ആ സത്യം അറിയണം. നീ ടെൻഷൻ ആവാതെ എന്താ ഏതാന്ന് ഞാൻ കണ്ടെത്തി തരാം. എന്തായാലും അത് ഞാൻ ഏറ്റു. അമ്മ, എന്നാലും അരുൺ. ഞാനല്ലേ പറയുന്നേ. ഇപ്പൊ അരുൺ പോയിക്കോട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോ കുങ്കുമത്തിന്റെ കാര്യത്തില് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയെ സമ്മതിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. നീ ഇപ്പൊ സമാധാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശി, അമ്മ, നിങ്ങൾ പോവരുത്. എന്നാൽ നമുക്ക് ഇറങ്ങാൻ കൈമളേട്ടാ. ഇറങ്ങാം. നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമേ ഉള്ളൂ. കാരണം ദൈവം തരാൻ പോകുന്ന ശിക്ഷ അത്ര ഭയങ്കരമായിരിക്കും. ഓ, അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ആരും അതോർത്ത് സങ്കടപ്പെടണ്ട. സഹിച്ചല്ലേ പറ്റൂ. ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയുക, മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഇവളുടെ കഴുത്തിലേക്ക് ചുമത്തിയിട്ട് പോയ നിന്റെ ഭാര്യയും അവളുടെ കാമുകനുമാണ് കുറ്റക്കാർ. പോകുന്ന പോക്കിൽ ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ ചതിച്ചിട്ട് പോയവരാ അവര്. അതിന് പതുക്കെ അവരനുഭവിച്ചോളൂ. വേലി ചാടിയ പശു കോലുകൊണ്ടേ അറിയൂ. അവളെ അവൻ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് കടന്നുകളെ 100% ഉറപ്പാ. പക്ഷേ നിഷ്കളങ്കയായി എന്റെ മീനാക്ഷി കൊച്ചിനെ വേദനിപ്പിച്ചതിന് നാളെ നീ ദുഃഖിക്കേണ്ടി വരും. ഇത് നിന്റെ മുത്തച്ഛനായിരുന്ന ആൾ പറയുന്ന പ്രവചനമാണ്. നീ മനസ്സിൽ കുറിച്ചിട്ടോ? നിന്നെ ഈ അമ്മ ശപിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ ഈ മനസ്സിലും എത്രയും പെട്ടെന്ന് ദൈവം കടന്നു വരാൻ. അവസാനമായിട്ട് ഒരു വാക്ക്. വാക്കല്ല, താക്കീതാണ്. അമ്മയോടും ഓമന മകനോടും. മീനാക്ഷി എന്റെ വല്യേട്ടന്റെ മകളാണ്. എന്നുവച്ചാ ദാ ഈ നിൽക്കുന്ന കുഞ്ഞിനെ പോലെ എന്റെ മകള്.
പെണ്ണും പിള്ള നഷ്ടപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ നീ ഉപദ്രവിച്ച, നീ ഏത് കൊമ്പത്തെ പോലീസ് ഓഫീസർ ആയാലും ശരി, നിന്റെ പണിക്കുട്ടം ഞാൻ തീർക്കും. മനസ്സിലായടാ? കൈമളേട്ടാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഞാനും ജഗദീഷും സാവിത്രിയെ പോലെ സങ്കുചിതരല്ല. സ്വത്തിനേക്കാളേറെ മാനുഷിക മൂല്യങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വില നൽകുന്നവരാണ് ഞങ്ങൾ. അതെ, മാന്യതയ്ക്കും മര്യാദയ്ക്കും ആണെങ്കിൽ നീ ഞങ്ങൾക്ക് അന്യനല്ല. എല്ലാം നിനക്കെഴുതി തന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോവും. അതുകൊണ്ട് കാർത്തി, നിന്നെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങളുടെ പൊന്നോമന മകനായിട്ടാ. നീ ഭീഷണിക്കൊന്നും നിൽക്കണ്ട. അമ്മയും അച്ഛനും ജഗദീഷും ഒക്കെ ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. എന്ന് വച്ചാൽ നിന്റെ ഔദാര്യമല്ലേ? നിന്റെ ഔദാര്യത്തിൽ ഞാനിവിടെ താമസിക്കുന്നു നീ കരുതുന്നുണ്ടോ? അമ്മേ, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഔദാര്യം പറ്റാനല്ലല്ലോ ഉപദേശിച്ചത്. ന്യായത്തിന്റെ ഭാഷയിലല്ലേ അവൻ സംസാരിച്ചത്. ഇവന്റെ ന്യായവും അന്യായവും ഒന്നും എനിക്ക് കേൾക്കണ്ട. അന്ധമായ പുത്രവിരോധം. എന്തു ആയിക്കോട്ടെ, എന്തായാലും കാർത്തി ഇത്രയേറെ നമ്മളെ അവഹേളിച്ച സ്ഥിതിക്ക് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർക്ക് വരാം. അമ്മേ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ വെറുത്തോളൂ, ശപിച്ചോളൂ, വേണമെങ്കിൽ തല്ലിക്കൊന്നോളൂ. പെറ്റമ്മയെ കരയിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുക. ഞാനത് അനുഭവിക്കാൻ തയ്യാറാ. എന്നോട് എങ്ങനെ വേണമെങ്കിലും അമ്മ പ്രവർത്തിച്ചോളൂ. പക്ഷേ എന്റെ മോള് മീനാക്ഷി ഇവിടെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് പോകുന്നത് അമ്മേ ശരിയാണോ? അമ്മയോടൊപ്പം, നിങ്ങൾ എല്ലാവരോടൊപ്പം ജീവിക്കാനല്ലേ അവൾ ആഗ്രഹിക്കുന്ന അമ്മേ? വലിയേട്ടൻ പറയുന്നത് ശരിയല്ലേ അമ്മേ? ഈ കാർത്തി ഇങ്ങനെ ദാരികനെ പോലെ നിൽക്കുമ്പോ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് മനുഷ്യത്വമാണോ അമ്മേ? നമ്മൾ പോയാ ഇവനും ചേച്ചിക്കും കൂടി മീനാക്ഷി ഉപദ്രവിക്കാനുള്ള ആവേശം കൂടും. കടുവാക്കൂട്ടിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യവാത്. മക്കൾ പറയുന്നത് നമുക്കനുസരിക്കാം, അല്ലേ രാജലക്ഷ്മി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.